അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മന്തി ഉണ്ടാക്കിയാലോ. യൂട്യൂബിൽ കുറേ റെസിപ്പി തപ്പിയിട്ട് അവസാനം എനിക്കൊരു കിട്ടിയ റെസിപ്പിയാണ് കേട്ടത്. ഞാൻ എൻ്റെ ഒരു വേർഷനിൽ ഉണ്ടാക്കുന്ന മന്തിയാണ്. 1/2 കിലോ വൈറ്റ് മന്തി റൈസ് ആട്ടോ ഞാൻ എടുത്തത്. അത് നല്ലപോലെ കഴുകി പുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. 1 കിലോ ചിക്കൻ എടുത്തിട്ടില്ല, 3/4 കിലോ ചിക്കനാട്ടോ എടുത്തത്. ചിക്കനിലേക്ക് ഞാൻ ഫുഡ് കളർ ആദ്യം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അറേബ്യൻ മന്തി മസാല ആണ് അതിന് ഉപയോഗിച്ചത്. 2 ടേബിൾ സ്പൂൺ അറേബ്യൻ മന്തി മസാല, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ഉപ്പ്, ഒരു മാഗി ക്യൂബ്. അതിൻ്റെ മാഗി ക്യൂബിൻ്റെ ഒരു ചെറിയ പീസ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒരു പേസ്റ്റ് ഞാൻ ആ ചിക്കനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ കൈ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ്. മല്ലിച്ചപ്പിട്ടിട്ട് അതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഈ സമയത്ത് ഞാൻ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തില്ല കേട്ടോ. പിന്നെ ഒരു ചെമ്പിൽ വെള്ളം വെക്കുക. ഉണക്കനാരങ്ങ, ഗ്രാമ്പൂ, പട്ട, ഇത് സാധനം ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം തളിച്ചതിന് ശേഷം ഈ പുതിർത്തി വെച്ച അരി അതിലേക്ക് ഇടുക. ഒരു 90% ഓഫ് വെന്താൽ നമ്മളത് ഊറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ഈ ചിക്കൻ നമ്മൾ ബിരിയാണി പോട്ടിലേക്ക് വെച്ചതിന് ശേഷം ഒരു കപ്പ് ചെറിയ ബൗളിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുക. ഇത് ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റോക്ക് ഇറങ്ങി വരും. അതെടുത്തിട്ട് നമ്മളത് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ നല്ലതുപോലെ ചിക്കൻ വെന്ത് വരുമ്പോൾ നമ്മൾ ഈ റൈസ് മുകളിൽ ഇട്ട് കൊടുക്കുക. ആ ഒരു ചിക്കൻ വെന്ത് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഫുൾ റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ സ്റ്റോക്കല്ലേ, ആ സ്റ്റോക്ക് അതിൻ്റെ മുകളിൽ നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇത് ദം ചെയ്യുമ്പോൾ ആ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ സഹായിക്കും കേട്ടോ. പിന്നെ നമ്മൾ 4 പച്ചമുളക് ചോറിൽ കുത്തി വെക്കുക. പിന്നെ എല്ലാവരും ചെയ്യുന്ന മാതിരി തന്നെ ഫുഡ് കളർ റെഡും യെല്ലോയും കൂടി ആഡ് ചെയ്യുക. ഒരു തീക്കനൽ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് മൂടി വെക്കുക. ഇത്ര വലിയ സിമ്പിളാണ്, പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പി ആട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു അരമണിക്കൂർ നമ്മൾ ദമ്മിട്ടതിന് ശേഷം അത് പൊട്ടിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ഐറ്റം കേട്ടോ.